ശ്രീ ഗോപകുമാർ, ഈ മലയാളികൾക്ക് പരിചിതമായ രണ്ട് ഇംഗ്ലീഷ് അക്ഷരങ്ങളാണ് ഇ ഡി. ഇത് കുറേ കാലമായിട്ട് കേൾക്കുകയാണ്. സ്കൂളിൽ പോയിട്ടില്ലാത്തവർ പോലും ഈ ഇ ഡി എന്നുള്ളത് വലിയ പരിചിതമായിട്ട് നിൽക്കുകയാണ്. ആ ഇ ഡി അന്വേഷണ സംഘം ഇപ്പോൾ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ വാടക വീട് വരെ എത്തി നിൽക്കുകയാണ്. അതിനോടൊപ്പം തന്നെ മറ്റ് 11 ഇടങ്ങളിലും. അവിടെ നിന്ന് ഇനി എങ്ങോട്ടേക്കായിരിക്കും പോവുക എന്നുള്ളതാണ് അറിയേണ്ടത്. അത് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് പരിചിതമായ എൻ്റെ ചെറുപ്പത്തിലെ ഈ CBI വാക്ക് ഞാൻ കേട്ടിട്ടില്ല. അന്ന് പോലീസേ ഉള്ളൂ, അന്വേഷിക്കുന്ന പോലീസുകാരാണ്, അന്വേഷിച്ച് കണ്ടെത്തുകയും ചെയ്യും. എന്തായാലും ആ പോലീസ് വലിയ കുഴപ്പമൊന്നുമില്ല, അവർ അത്യാവശ്യം അന്വേഷിച്ച് കണ്ടെത്തുകയും ചെയ്യും. ഒരു കാലത്ത് ഞാൻ കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തെളിയാത്ത കേസ് വരുമ്പോഴേ ജയറാം പടിക്കൽ അന്വേഷിക്കണം എന്ന് പറയുമായിരുന്നു. സത്യസന്ധൻ ജയറാം പടിക്കൽ അന്വേഷിക്കണം. അടിയന്തരാവസ്ഥക്കാലത്ത് അറിയപ്പെട്ട അതിനു മുമ്പാണ് ഇത് അടിയന്തരാവസ്ഥക്കാലത്ത് ജയറാം പടിക്കൽ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അത് വിവാദമാണ്. ആ മനുഷ്യൻ കാര്യമായ എന്തെങ്കിലും കുഴപ്പം അങ്ങേര് ക്രമസമാധാന നില പാലിക്കാൻ അന്നത്തെ സാഹചര്യത്തിൽ ചെയ്യേണ്ടത് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അന്ന് നക്സലേറ്റുകളെ അടിച്ചമർത്തി എന്ന് പറഞ്ഞാൽ ഇപ്പം 2026 മാർച്ച് 31 മുമ്പ് മാവോവാദികളെ ഉന്മൂലനം ചെയ്യുമെന്ന് പറഞ്ഞതാരാണ്? ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയല്ലേ? ഉന്മൂലനം ചെയ്തില്ലേ? കാട്ടിൽ ഒളിച്ചിരുന്ന് ഇന്ത്യൻ പട്ടാളക്കാരെ ആക്രമിക്കുക, അവരുടെ വാഹനങ്ങൾ തകർക്കുക, രാജ്യദ്രോഹ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, ചൈനയിൽ നിന്ന് ആയുധങ്ങൾ കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് കലാപം ഉണ്ടാക്കുക. ഇവനെ വെടിവെച്ചില്ല, അതിന് വേറെ എന്താ ചെയ്യേണ്ടത്? അതാണ് ചെയ്യേണ്ടത്. അത് ചെയ്തത് ജയറാം പടിക്കലും ചെയ്തതാണ്. അരാജകത്വം ഉണ്ടാക്കാൻ ശ്രമിച്ച നക്സലുകളെ അടിച്ചമർത്താൻ എന്താ ചെയ്യാൻ നിൽക്കുന്നത്? കലാപകാരികളെ അടിച്ചമർത്താനല്ലേ പറ്റുള്ളൂ. അദ്ദേഹം ചെയ്തുള്ളൂ. അദ്ദേഹം പറ്റിയ കൃത്യമൊന്നും ചെയ്തില്ല. ആ കൂട്ടത്തിൽ മനുഷ്യാവകാശ ലംഘനം, ഈ ഭീകരപ്രവർത്തനങ്ങളിലോ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിലോ ഏർപ്പെടുന്നവർക്ക് മനുഷ്യാവകാശ ലംഘനത്തെക്കുറിച്ച് പറയാൻ അവകാശമില്ല. കാരണം രാജ്യത്തെ നിയമം അട്ടിമറിക്കാൻ ഇറങ്ങിയിരിക്കുന്നവരാണ് അവർ. രാജ്യത്തെ നിലവിലുള്ള നിയമത്തിൻ്റെ ആനുകൂല്യങ്ങൾ അവർക്ക് വേണമെന്ന് അവർ പറയാൻ അവകാശമില്ല. അവർ ജനാധിപത്യത്തിന് വിരുദ്ധമാണ്, ജനാധിപത്യത്തിനെതിരാണ്. അപ്പോൾ അവർക്ക് മനുഷ്യാവകാശം വേണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മനുഷ്യാവകാശം മാനമര്യാദയായിട്ട് താമസിക്കുന്ന ആളുകൾക്കുള്ളതാണ്. ഇവിടെ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ അന്ന് പറഞ്ഞ പോലെ ജയറാം പടിക്കൽ അന്വേഷിക്കണം എന്ന് പറയുമായിരുന്നു. സത്യസന്ധന്മാരായ ഉദ്യോഗസ്ഥന്മാരുള്ളപ്പോഴാണല്ലോ അവർ അന്വേഷിക്കണം എന്ന് പറയുന്നത്. ഇപ്പോൾ കേരള പോലീസിൽ ഇന്ന ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്ന് പറയാൻ നമുക്കൊരു ഉദ്യോഗസ്ഥനുണ്ടോ? ആലോചിക്കട്ടെ. ജനങ്ങൾക്ക് പോലീസ് ഫോഴ്സുകളുടെ വിശ്വാസം നഷ്ടപ്പെട്ടില്ലേ? പോലീസ് ഉദ്യോഗസ്ഥർ നിഷ്പക്ഷന്മാരും നിർഭയമായും പെരുമാറുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെക്കുറിച്ചുള്ള ധാരണ നമ്മുടെ മാറിയില്ല. അങ്ങനെ ആരും ഇല്ലാതായി. വളരെ അപൂർവം, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, തീർച്ചയായിട്ടും അപൂർവ ഉദ്യോഗസ്ഥന്മാരുണ്ട്. അത്യാവശ്യം ജനങ്ങൾക്ക് ചില പേരുകളൊന്നും ഞാൻ പറയുന്നില്ല, 3-4 പേരുകൾ ജനങ്ങൾ ആഗ്രഹിക്കുന്ന നല്ല ഓഫീസർമാരെ കുറിച്ച് ജനങ്ങൾക്ക് അഭിപ്രായമുണ്ട്. ഒപ്പം തന്നെ വളരെ കറക്റ്റായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരും നമ്മുടെ സിവിൽ സർവീസിൽ കടന്നുണ്ട്. IAS കാരുണ്ട്, IPS കാരുണ്ട്. കൈക്കൂലി വാങ്ങിക്കുന്ന IAS കാർ IPS കാരൊക്കെ ധാരാളമായിട്ട് നമ്മുടെ സർവീസിലുണ്ട്. പണ്ടങ്ങനെ ഇല്ലായിരുന്നല്ലോ. ഇതിപ്പോൾ സംഭവിച്ചെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ED എന്ന പേര്, അതാണല്ലോ താങ്കൾ പറഞ്ഞത്. CBI എന്ന പേര് എൻ്റെ ചെറുപ്പത്തിൽ അപരിചിതമായിരുന്നെങ്കിൽ ഇന്ന് CBIയെ കുറിച്ച് എത്ര സിനിമ ഇറങ്ങി. CBI സേതുരാമയ്യരിൽ കൂടെ നമ്മൾ CBIയെ കാണുന്നത്. മമ്മൂട്ടി അനുസരമാക്കിയ കഥാപാത്രം CBI ഡയറി കുറിപ്പില് നമ്മുടെ CBI എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് ആദ്യം വരുന്നത് മമ്മൂട്ടി പുറകെ കൈ വെക്കിട്ട് നടക്കുന്നതാണ്. മമ്മൂട്ടി നന്നായിട്ട് അഭിനയിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് ഈ പണ്ട് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലെങ്കിൽ ഇപ്പം നമ്മൾ അറിയുന്നത് EDയെ കുറിച്ചാണ്, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്. അപ്പോൾ പിന്നെ ആളുകൾക്ക് വളരെ ഫെമിലിയർ ആയില്ലയോ ഇൻകം ടാക്സ് ഇൻറ്റീരിയം സെറ്റിൽമെൻറ്റ് ബോർഡ്, അങ്ങനെ സംഭവം എന്നൊക്കെ നമ്മൾ ഇപ്പോൾ അല്ലേ അറിഞ്ഞത്. CPM അധികാരത്തിൽ വന്നപ്പോഴല്ലേ അറിഞ്ഞത് ഇങ്ങനെയൊക്കെ ചില ഓഫീസുകളുണ്ട് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞില്ലേ. പിന്നെ ED മാത്രമല്ലല്ലോ, വേറെ ഏജൻസികളും അന്വേഷിക്കുന്നുണ്ടല്ലോ. ഈ രംഗത്ത് അന്വേഷിക്കുന്ന വേറെ ഏജൻസികളുണ്ടല്ലോ. ഇതൊക്കെ ഇവിടേക്ക് കൊണ്ടുവന്നത് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന കറപ്ഷൻ കൊണ്ടല്ലേ, അഴിമതി കൊണ്ടല്ലേ. അപ്പം ED എന്ന് പറയുന്ന വാക്ക് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയും അല്ലേ. വേറെ ആരാണ് പെട്ടെന്ന് മനസ്സിലോട്ട് വരുന്നത്? അവരിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. എന്നാൽ ED അവരെ മാത്രമേ അല്ലല്ലോ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒട്ടാകെ നോക്കുമ്പോൾ എത്രയോ കേസുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് പ്രശ്നം എന്താണെന്ന് ചോദിച്ചാലേ, നമ്മുടെ രാജ്യത്ത് അഴിമതി വർദ്ധിക്കുമ്പോൾ അത് അന്വേഷിക്കേണ്ട ഏജൻസിയുടെയും എണ്ണം വർദ്ധിക്കും. അത്തരം ഏജൻസികൾ നമ്മുടെ പൊതുജീവിതത്തിലേക്ക് പെട്ടെന്ന് കടന്നു വരും. ആളുകൾക്ക് അവരെക്കുറിച്ചൊക്കെ വളരെ ഫെമിലിയറായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ED മാത്രമല്ലല്ലോ, വേറെ SFI നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ SFIO എന്തോ നമുക്ക് അറിഞ്ഞൂടെ. ഈ SFIയുടെ കൂടെ ഒരു കൂടെ വരുന്നത് എങ്ങനെയാണോ? പണ്ട് കോൺഗ്രസ് ഉണ്ടായിരുന്നു, കോൺഗ്രസ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ പോലെ SFI എന്ന് പറഞ്ഞാൽ സീരിയസ് ഫ്രോഡ്
ഇൻവെസ്റ്റിഗേഷൻ പിന്നെ ഓഫീസായിട്ട് മാറിയില്ലേ. അപ്പം ഫ്രോഡല്ല, സീരിയസ് ഫ്രോഡാണ് അല്ലേ. അപ്പോൾ ഇതൊക്കെ നമുക്ക് വളരെ ഫെമിലിയറായി. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷനെ കുറിച്ച്, ഓഫീസിനെ കുറിച്ച്, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനെ കുറിച്ച്, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ കുറിച്ച്, ഇൻകം ടാക്സ് ഇൻറ്റീരിയം സെറ്റിൽമെൻറ്റ് ബോർഡിനെ കുറിച്ചൊക്കെ ജനങ്ങൾക്ക് അവയർനെസ് കൊടുത്തതാരാണ്? അതിൻ്റെ ക്രെഡിറ്റ് ആരാണ്? ജനങ്ങളെ സാക്ഷരരാക്കിയതാരാണ്? ഇടതുപക്ഷ ഗവൺമെൻറ് അല്ലേ. അവർ വന്നുകൊണ്ടല്ലേ നമ്മളിതൊക്കെ അറിഞ്ഞത്. ഇതുവരെ അത് നമ്മൾ അറിഞ്ഞില്ലല്ലോ. ഇവരെയൊക്കെ നമുക്ക് പരിചയപ്പെടുത്തി തന്നതിൻ്റെ ഒരു ക്രെഡിറ്റ് ഇടതുപക്ഷ ഗവൺമെൻറ്റിനുള്ളതല്ലേ. കാരണം അവരുടെ അഴിമതിയാണല്ലോ ഇതിലേക്കൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോയത്. ഇതുവരെ ഇത്ര ഏജൻസികൾ കേരളത്തിൽ ഇറങ്ങിയിട്ടുണ്ടോ? ഏതെങ്കിലും എന്ന് വെച്ചാൽ ഗവൺമെൻറ് അടക്കം അഴിമതിയൊക്കെ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അഴിമതിയുടെ എല്ലാ സീമയും വിട്ടുപോയപ്പോഴല്ലേ ഈ ED എന്ന് പറഞ്ഞ സംഭവത്തിനൊക്കെ കൂടെ ഇറങ്ങേണ്ടി വന്നത്. അപ്പം ഈ ED കേസ് രജിസ്റ്റർ ചെയ്ത എല്ലാ കേസുകളിലും ഫലപ്രദമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. ED ഒരു കൃത്യമായി നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്നു എന്നും എനിക്ക് അഭിപ്രായമില്ല. ED സമയബന്ധിതമായി അന്വേഷണം പൂർത്തിയാക്കി കുറ്റവാളികളെ ശിക്ഷിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നു എന്നും എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ ED എന്ന് പറയുന്നൊരു സ്ഥാപനം നമ്മുടെ രാജ്യത്ത് അനിവാര്യമാണ്. പക്ഷെ അവർ ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയ ആയുധമായിട്ട് മാറുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർത്തും മാറുന്നുണ്ടോ എന്ന് ഞാൻ പറയുന്നില്ലെങ്കിൽ പോലും അത് സമയബന്ധിതമായിട്ട് കേസെടുക്കാനും സമയബന്ധിതമായി കേസ് തീർക്കാനും കഴിയില്ല. പണ്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഒരു കേസ് എടുത്താൽ ആ കേസിലെ 95% കേസും ശിക്ഷിക്കപ്പെടുമായിരുന്നു. ഇപ്പോൾ അതുണ്ടാകുന്നില്ല. ഒരു കേസിൻ്റെ ബാഹുല്യം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുടെ അലഭാവം കൊണ്ടായിരിക്കാം. ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അവരുടെ വിശ്വസനീയത തെളിയിക്കത്തക്ക വിധത്തിൽ അവരുടെ പ്രവർത്തന രീതികളിൽ മാറ്റം ഉണ്ടാക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരു പൗരനാണ് ഞാൻ. അതുകൊണ്ടൊരു തികച്ചും 100% 916 ഓഡിറ്റ് നൽകാൻ പറ്റുന്ന ഏജൻസി ഒന്നുമല്ല എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്. പക്ഷേ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കേസ് എടുത്തതിനെ പൊതുസമൂഹം എതിർക്കാത്തതിൻ്റെ കാര്യം പൊതുസമൂഹം കുറ്റവാളികളാണെന്ന് വിശ്വസിക്കുന്ന ആളുകളെയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പം ED വളരെ സത്യസന്ധനായ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയാൽ ആളുകൾ പറയത്തില്ലേ അത് രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാനാണ്. അഴിമതി നടത്താത്ത രാഷ്ട്രീയ നേതാക്കന്മാർ നമ്മുടെ നാട്ടിലുണ്ടല്ലോ, ധാരാളമായിട്ടുണ്ട്. ധാരാളം എന്നല്ലെങ്കിൽ പോലും നമ്മൾ എത്രയോ ഉന്നത സ്ഥാനങ്ങളിൽ ഇരുന്ന ആളാണ് AK ആന്റണി. അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ പോലും പറയും AK ആന്റണി അഴിമതി നടത്തി എന്നുള്ള കാര്യം. അദ്ദേഹത്തിന് ഒരു ആളിനും പറയാൻ പറ്റില്ല AK ആന്റണി അഴിമതി നടത്തി എന്നുള്ള കാര്യം. അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ ചിലപ്പോൾ അഴിമതി നടന്നു കാണും. AK ആന്റണി പേഴ്സണലി അഴിമതിക്കാരനല്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. VM സുധീരൻ പേഴ്സണലായിട്ട് അഴിമതിക്കാരനല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. EMS അഴിമതിക്കാരനായിരുന്നു, VS അച്യുതാനന്ദൻ അഴിമതിക്കാരനായിരുന്നു, EK നായനാർ അഴിമതിക്കാരനായിരുന്നു. അപ്പോൾ അഴിമതിയുടെ കറ പുരളാത്ത ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, അഴിമതിയുടെ കറ പുരളാത്ത നേതാക്കന്മാരെ ED ലക്ഷ്യമാക്കുമ്പോഴാണ് നമ്മൾ EDക്കെതിരെ തിരിയുന്നത്. ജനങ്ങൾ തന്നെ അഴിമതിക്കാരാണെന്ന് കരുതുകയും അവരങ്ങനെ തീർപ്പ് കൽപ്പിക്കുകയും ചെയ്ത ആളുകളെ ED വേട്ടയാടുമ്പോൾ ഈ പ്രിവിലേജ് അവർക്ക് കിട്ടില്ല. അതാണിപ്പോൾ നടന്നിരിക്കുന്ന ഒരു കാര്യം. പിണറായി വിജയൻ്റെ വീട്ടിൽ ED വന്നപ്പോഴുണ്ടായ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അതർവൈസ് ഈ ഫാമിലി, അദ്ദേഹത്തിൻ്റെ ഫാമിലി സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ ആളുകൾ ചോദിക്കുന്നില്ല എന്തിനാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറിയത്. അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ ട്രാൻസ്പെറൻ്റ് അല്ലേ, ലളിത ജീവിതം നയിക്കുന്ന ഒരാളല്ലേ എന്ന് ചോദിക്കാൻ സഖാക്കൾക്ക് പോലും പറ്റുമോ? ഇപ്പോൾ ED കയറിയതിനെതിരെ ഇപ്പോൾ ബഹളം ഉണ്ടാക്കി. ഇപ്പോൾ കേരളത്തിൽ ED വന്നുകൊണ്ടുള്ള ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് എന്താണെന്ന് വെച്ചാൽ എത്ര ആളുകളുടെ ജീവിതം തീർന്നുപോയി. 90 പേരുടെ പേര് കേസെടുത്തില്ലേ? അതെ. അവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന യാതന എത്ര വളരെ വലുതാണ്. ജാമ്യമില്ലാത്ത തരത്തില്. അതാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ഈ അവരുടെ പ്രതികളുടെ വീട് സന്ദർശിച്ച മന്ത്രി ശിവൻകുട്ടി മറ്റുള്ള ഈ സഹാക്കന്മാരുടെ വീടും ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ എടുത്തിട്ട് ഈ പാവം പിടിച്ചവരുടെ വീടും ഒക്കെ എടുത്തിട്ടിരിക്കുകയാണ്. കഷ്ടമാണ്, വളരെ കഷ്ടമാണ്. കാരണം വെച്ചാൽ ഈ കുടുംബത്തിൻ്റെ അത്താണികളാണ് പലരും. ഇവരുടെ ജീവിതം ഒന്നാമത്തെ കാര്യം ഇത് വധശ്രമമാണ് സംഭവം. അവർ വിചാരിക്കുന്ന പോലെ ഇറങ്ങി വരാൻ പറ്റില്ല. അവരെന്ത് അടിസ്ഥാനത്തിലാണ് ഈ കല്ലും വടിയും ഒക്കെ ആയിട്ട് ഇറങ്ങിയത്? ഏതോ ഒരു പാർട്ടി നേതാവ് പറയുന്നുണ്ട്. ഏതെങ്കിലും പിന്നെ പലപ്പോഴും ഞാൻ എൻ്റെ സ്വകാര്യ സംഭാഷണത്തിൽ ചോദിച്ചിട്ടുണ്ട്, എൻ്റെ സുഹൃത്തുക്കളായ പാർട്ടിക്കാരോട് ചോദിച്ചിട്ടുണ്ട്, ഇതിൽ എത്ര പാർട്ടി നേതാവിൻ്റെ മക്കൾ ഈ കേസിലുണ്ട്? അല്ല, എനിക്ക് തോന്നുന്നു അകത്തു പോയവരൊക്കെ തന്നെ ഇതാണ് അവരുടെ ജീവിതം. ഇങ്ങനെ പാർട്ടിയെ സേവിച്ച് ഇവരകത്ത് പോയാലും ഈ കുടുംബങ്ങളെയൊക്കെ പാർട്ടി എന്തെങ്കിലുമോ കൊടുത്ത് ജീവിപ്പിക്കുമായിരിക്കും. അതൊക്കെയല്ലേ നമ്മൾ കണ്ണൂരിൽ കാണുന്നത്. എത്ര കാലത്തേക്ക്? എത്ര കാലത്തേക്ക് എന്നുള്ള ചോദ്യമുണ്ട്. കാരണം ഇവരുടെ അടിമകളായി തീർന്നു എന്നുള്ളതാണ്. അതാണ് പ്രശ്നം. അപ്പോൾ തിഹാർ ജയിലിലെ എൻ്റെ സുഹൃത്ത് മലയാളിയായ ഒരു പോലീസ് ഓഫീസർ തിഹാർ ജയിലിലുണ്ടായിരുന്നു.
ഞാൻ പറയാം, വളരെ വളരെ നരകതുല്യമാണ് അവിടെ. ഒന്നാമത്തെ കാര്യം, ഇവരെ കൊണ്ടിടുന്ന കൊടും ക്രിമിനലിൻ്റെ കൂടാണ്. ഒരു കൊടും ക്രിമിനലിൻ്റെ കൂടെ, ഒരു കൂട്ടം കൊടും ക്രിമിനലുകളുടെ കൂടെ ഒരു സെല്ലിൽ കഴിയേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വർണ്ണിക്കാനൊക്കാത്ത വിധത്തിൽ ദുസ്സഹമാണ് അവിടുത്തെ ജീവിതം. വർണ്ണിക്കാനൊക്കാത്ത വിധത്തിൽ ദുസ്സഹമാണ്. അത് നമ്മൾ വിചാരിക്കുന്നുമില്ല. അതുപോലെ തന്നെ പരപ്പന അഗ്രഹാര ജയില്, അത് ഇതിനേക്കാൾ നരകതുല്യമായ ജയിലാണ്. ഇവരൊക്കെ ഈ കാര്യങ്ങളൊക്കെ കാണിച്ച് ED തടയാനൊക്കെ പോയി അവസാനം ED കുറേ കാലത്തേക്ക് നമ്മുടെ മുന്നിൽ നിൽക്കും. കാരണം ഈ അഗ്രഹാര ജയിലിൽ നിന്നോ അല്ലെങ്കിൽ തിഹാർ ജയിലിൽ നിന്നോ ഒക്കെ ഉള്ള കഥകൾ നമ്മൾ കേൾക്കുമ്പോഴേ ഓർക്കും ഈ ED വന്നിരുന്നല്ലോ എന്നുള്ള കാര്യം. അപ്പം എന്തായാലും കേരള രാഷ്ട്രീയം EDയുടെ വരവോടെ രണ്ടായിട്ട് മാറുകയാണ്. ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിഷേധത്തിൻ്റെ ശൈലി മാറിയേ കഴിയൂ. അപ്പോൾ എന്തായാലും ശരി, ഇത്രയും ആളുകളുടെ ജീവിതം പോയി, ഇനിയെങ്കിലും കൂടുതൽ ആളുകളുടെ ജീവിതം പോകാതിരിക്കട്ടെ. EDയെ തടഞ്ഞതുകൊണ്ട് ഒരു കാര്യമില്ല. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വന്നത് അന്വേഷണത്തിനാണ്. അവരുമായിട്ട് സഹകരിക്കുകയാണ് ചെയ്യേണ്ടത്. നാളെ ആണെങ്കിലും വന്നാൽ അവരുമായിട്ട് സഹകരിക്കുക, അവർക്ക് ജോലി ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുക്കുക, അന്വേഷണത്തിനെ നെഞ്ച് വിരിച്ച് നിന്ന് നേരിടുക. അല്ലെങ്കിൽ ഈ മസിൽ പവർ കൊണ്ട് ഇതിനെ നേരിടാൻ പറ്റില്ല. അപ്പം ഈ കേരള രാഷ്ട്രീയത്തിലെ വലിയൊരു ക്വാളിറ്റേറ്റീവ് ചേഞ്ച് ഈ EDയുടെ വരവുണ്ടാവും. EDയുടെ നേരെ നടന്ന ഈ അക്രമം ഉണ്ടല്ലോ, കേരളത്തിൽ വലിയ ചേഞ്ച് ഉണ്ടാക്കും. ഇനിയും നാളെ സഹാക്കളെ ആലോചിച്ചിട്ടേ അക്രമത്തിന് ഇറങ്ങത്തുള്ളൂ. പിടിച്ചുകൊണ്ട് പോയാൽ പിന്നെ ഇറങ്ങി വരുന്ന കാര്യം അത്ര എളുപ്പമല്ല എന്ന് അവർക്ക് മനസ്സിലായി കഴിയുമ്പോൾ ഇത് മനസ്സിലാകും. തന്നെ ഈ കുഞ്ഞുങ്ങളോടെ തീയെ തൊടരുതെന്ന് പറഞ്ഞാൽ അവൻ കേൾക്കുകയില്ല. തൊട്ട് കൈകൊള്ളി കഴിയുമ്പോഴാണ്. കൈകൊള്ളി കഴിഞ്ഞാൽ പിന്നെ ഇതിനൊരു തിരിച്ചില്ല. ഇനിയും ഈ ഇവിടെ പോയി കഴിഞ്ഞാൽ എന്നാ ഇനി തിരിച്ചു വരുന്നത്? അകത്തേക്ക് പോയി എന്ത് തിരിച്ചു വരും എന്നുള്ളതാണ് വിചാരിക്കുന്നത്. റിമാൻഡ് ഉടനെ ഇനി ഇത് റിമാൻഡ് ചെയ്ത് അങ്ങ് പോകത്തേ ഉള്ളൂ. അല്ലാതെ ഉടനെ ഒന്നും ജാമ്യം കിട്ടി വരത്തില്ല. ജാമ്യം കിട്ടാൻ പ്രയാസമുണ്ട്. കാരണം അതിനകത്ത് ചുമത്തിയിരിക്കുന്ന വകുപ്പ് വധശ്രമമാണ്. അതുകൊണ്ട് കേസ് തീരുന്നിടം വരെ ജാമ്യം കിട്ടാനുള്ള സാധ്യത കുറവാണ്. പിന്നെ നല്ല വക്കീലന്മാരെയൊക്കെ വെച്ച് വാദിപ്പിച്ചാലത്തെ സ്ഥിതി എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ശരി, ഈ ED എന്നുള്ള വാക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ, അവരുടെ പ്രവർത്തന സംവിധാനത്തിൽ മൗലികമായ ഒരു മാറ്റം വരുത്തുന്ന 2 അക്ഷരങ്ങളാണ് ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന ED. അവരെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന 2 അക്ഷരങ്ങളാണ് ED എന്നുള്ളത്. അതിന് ചിന്തിക്കാൻ നമ്മുടെ സഹായം കഴിഞ്ഞാൽ അവരുടെ ജീവിതം സ്വസ്ഥമായിട്ട് ഇനിയെങ്കിലും ജീവിച്ചു പോകാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.